ഹായ് ഹലോ ഇന്ന് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. വേറൊന്നുമല്ല കേട്ടോ, ഷവായിയാണ്. അപ്പം അതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. ഞാനല്ല പോയിട്ടുണ്ടായിരുന്നത്, ഉമ്മയും അനിയത്തിയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എടുത്ത കുറച്ച് ക്ലിപ്സാണ് ഇതൊക്കെ. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നേരെ ചിക്കനൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. ഈ പീസല്ല വേണ്ട, കുറച്ച് വലിയ പീസാണ്. ഞങ്ങൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ പീസാക്കിയതാട്ടോ. അതിലേക്ക് നമുക്ക് മസാല ചേർക്കണം. അതിലേക്ക് വറ്റൽ മുളക്, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള, പിന്നെ തക്കാളി, മല്ലിയില, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കൻ മസാല, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ പരുവത്തിൽ ആക്കി അടച്ചെടുക്കുക. ഒരു ട്രാൻസിഷൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല ഗൈസ്. അതിനുശേഷം ഈ മസാലയിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10-15 മിനിറ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്യാൻ വെക്കാം, അതായത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനില്ല കേട്ടോ. അപ്പോൾ അതിന് മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ടൊരു 3 വിസലിന് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ അതിനകത്ത് ചേർക്കാനുള്ള ഐറ്റംസ് ആട്ടോ. അതിനുശേഷം ഒരു 3-4 വിസിൽ കഴിയുമ്പോഴേക്കും നമ്മൾ ചീനച്ചട്ടിയിലേക്ക് മാറ്റി ഇതൊന്ന് വറ്റിച്ചെടുക്കുക. കറക്റ്റ് ഷവാട അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.